ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വിനായക് നിർമ്മലിന് ഇത് ധന്യവേള. അപ്പന്റെയും മകന്റെയും പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനായ വിനായക് നിർമ്മലിന്റെയും മകൻ യോഹാന്റെയും പുസ്തകങ്ങളാണ് ഇന്ന് ഒന്നിച്ച് പുറത്തിറങ്ങിയത്. വിനായകിന്റെ 100ാമത് പുസ്തകമായ നീ ഒന്നും അറിയുന്നില്ലെങ്കിലും ഫാദർ മാത്യു പൈഗഡയാണ് പ്രകാശനം ചെയ്തത്. 11കാരനായ മകൻ യോഹാൻ ജോസഫ് ബിജുവിന്റെ ആദ്യ പുസ്തകമായ മിഷൻ ടു മിസ്റ്റീരിയസ് വില്ലേജ് ഫാദർ പോൾ കൊട്ടാരവും പ്രകാശനം ചെയ്തു. പാലാ ഭരണങ്ങാനത്തെ അസീസി ആർക്കേഡിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ്. ഇതോടെ ഏറെ അപൂർവതകളുള്ള പുതിയൊരു ചരിത്രം രചിക്കപ്പെടുകയാണ്. 50ലേക്ക് കടക്കുന്ന പിതാവിന്റെ 20 വർഷം നീണ്ട സാഹിത്യ സബരിയയിലെ സെഞ്ചുറി പുസ്തകമാണ് നീ ഒന്നും അറിയുന്നില്ലെങ്കിലും. ഓസ്ട്രേലിയൻ വനങ്ങൾക്ക് നടുവിലെ ഗ്രാമത്തിൽ എത്തുന്ന 5 പേർ കാണുന്ന അത്ഭുത കാഴ്ചകളും ടൈം ട്രാവലിംഗുമാണ് യോഹാന്റെ നോവലിന്റെ ഇതിവൃത്തം. യോഹാന്റെ ചേട്ടൻ ഫ്രാൻസിസ് ലിയോ ബിജുവാണ് നോവലിന്റെ കവറും ചിത്രങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാലാ ചാവറ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യോഹാൻ. ചേട്ടൻ ഫ്രാൻസിസ് ഇതേ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഞാൻ എഴുതാൻ തുടങ്ങിയത് അപ്പ ബുക്ക് എഴുതുന്നത് കണ്ടു. ചേട്ടനാണെങ്കിൽ ബുക്ക് വായിക്കാറുമുണ്ട്. അങ്ങനെ പാലാ പ്രവിധാനത്തെ തോട്ടുപുറം വീട് അക്ഷരലോകത്തെ വിസ്മയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായി അക്ഷരങ്ങളിലൂടെ വ്യത്യസ്തമായ സൗഖ്യ ശുശ്രൂഷ നടത്തുകയാണ് വിനായക് നിർമ്മൽ എന്ന അക്ഷരപ്രതിഭ. 1990-ൽ പാലാ രൂപതയുടെ മുഖപത്രമായ ദീപനാളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ച ആകാശം നീലയല്ല എന്ന ചെറുകഥയോടെയായിരുന്നു വിനായക് നിർമ്മലിന്റെ സാഹിത്യ രംഗപ്രവേശം. തുടർന്ന് പല ആനുകാലികങ്ങളിലും കഥകളും നോവലുകളും പ്രസിദ്ധീകരിച്ചു. 1997-ൽ MA-ക്ക് പഠിക്കുമ്പോൾ ആദ്യ പുസ്തകമായ പുതിയ കീർത്തനങ്ങൾ പുറത്തിറങ്ങിയത്. 1997 അന്ന് ഞാൻ MA-ക്ക് പഠിക്കുന്ന സമയമാണ്. അന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ബുക്ക് പുതിയ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം നൽകുന്നത്. അപ്പോൾ ഈ പുസ്തകം കിട്ടിയപ്പോൾ ആദ്യം കൊണ്ടുപോയി ഞാൻ സമർപ്പിക്കുന്നത് അൽഫോൻസാമ്മയുടെ കാലത്താണ്. ഒരു പക്ഷേ അൽഫോൻസാമ്മയുടെ ഒരു മാധ്യസ്ഥവും അൽഫോൻസാമ്മയുടെ സ്നേഹവും ഒക്കെ ആയിരിക്കാം ഇപ്പോൾ 1-ൽ നിന്ന് 100ലേക്ക് എത്തി നിൽക്കുന്ന എൻ്റെ ഒരു എഴുത്ത് ജീവിതത്തിന് ഏറ്റവും വലിയ മാധ്യസ്ഥമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2005-ൽ പ്രസിദ്ധീകരിച്ച 2 പേർക്കിടയിൽ ഒരു പുഴയുണ്ട് എന്ന കൃതിയോടെയാണ് വായനയുടെ ലോകത്തിൽ വിനായക് നിർമ്മൽ ചിരപ്രതിഷ്ഠ നേടിയത്. അതുവരെ ക്രൈസ്തവ ആത്മീയ സാഹിത്യം കൈകാര്യം ചെയ്യാതിരുന്ന ഭാഷയും വിഷയങ്ങളും സ്വീകരിച്ച് വ്യത്യസ്തമായ വഴി വെട്ടിത്തുറന്ന് വിനായക് വായനക്കാരെ സ്വന്തമാക്കി. 2005 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് വിനായകിന്റെ പുസ്തകങ്ങളുടെ എണ്ണം 100ൽ എത്തിയതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2005 നിന്ന് 2024 എത്തുമ്പോഴാണ് ഈ 100 ബുക്കുകൾ എനിക്ക് എഴുതാൻ സാധിച്ചത്. അത് സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങളാണ്. ലേഖനങ്ങളുണ്ട്, നോവല്, ചെറുകഥ, ബാലസാഹിത്യം, വിവർത്തനം, ജീവചരിത്രം, ആത്മീയ സാഹിത്യമുണ്ട്. പിന്നെ അല്ലാതെ ഒരു മലയാളം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടത്, സാംസ്കാരിക പഠനങ്ങൾ, സിനിമാ സംബന്ധമായ പുസ്തകങ്ങൾ, ഇങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളായിട്ടാണ് ഞാൻ 2005 മുതൽ 2024 വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഈ 100 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. 2 പേർക്കിടയിൽ ഒരു പുഴയുണ്ട്. മഴ അപ്പോഴും പെയ്തു തോർന്നിരുന്നില്ല. കടൽ ഒരു പര്യായമാണ്. നനവുള്ള കാറ്റുകൾ, പറയാതെ പോകുമ്പോൾ അറിയാതെ പോകുന്നത്, നിദ്ര, വൈധവ്യം, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ ജിജ്ഞാസയും കൗതുകവും ജനിപ്പിക്കുന്നതാണ് വിനായകിന്റെ വിസ്മയ ഗ്രന്ഥനാമങ്ങൾ. വിനായക് നിർമ്മലിന്റെ സാഹിത്യ സഞ്ചാരം കുടുംബജീവിതം കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കിയെന്ന് പാലാ സെന്റ് തോമസ് TTIയിലെ അധ്യാപികയായ ഭാര്യ ഷീജ മോൾ തോമസ് പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്നോട് എഴുത്തുകാരനെയാണ് വിവാഹം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, എങ്ങനെയാ, എന്താ, ഏതാന്നൊക്കെ. എഴുത്തുകാരനായതുകൊണ്ട് വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യത്തിലോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സാഹിത്യ മികവിന് വിനായകന് ലഭിച്ച ആദ്യ അംഗീകാരമാണ് 2024-ലെ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ അവാർഡ്. സാഹിത്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൃതികളിൽ ജീവചരിത്രം, ബാലസാഹിത്യം, ചെറുകഥാ സമാഹാരം, ലേഖനങ്ങൾ, വിവർത്തനം, സാഹിത്യം, സിനിമ, നോവൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. നിരവധി ടെലിവിഷൻ ഡോക്യുമെന്ററികൾക്കും വിനായക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാനങ്ങളും എഴുതാറുണ്ട്.